കൊന്നിച്ചോ മിനസാൻ നാനോമിഷിൻ്റെ സീസൺ 2ൻ്റെ എപ്പിസോഡ് 28ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ലോങ് വീഡിയോ മാത്രം മതി. അപ്പോൾ എന്തായാലും ഒരു ടാർജറ്റ് വെക്കാൻ പോകുകയാണ്. ഈ ടാർജറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഈ വീക്ക് ഒരു ബിഗ് ആയുള്ള നാനോമിഷിൻ്റെ എപ്പിസോഡ് തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ടാർജറ്റ് എന്ന് പറയുന്നത് 2.5K ലൈക്സ് ആണ്. ഇത് അത്ര വലിയ ടാർജറ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ബിക്കോസ് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് ഈ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന്. അപ്പോൾ അധികമൊന്നും വൈകിപ്പിക്കുന്നില്ല. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യാനും മറക്കണ്ട. നമുക്ക് നേരെ എന്തായാലും നാനോമിഷിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് കടക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അവർ മൂന്നുപേരും കൂടെ നേരെ അവിടേക്ക് നടക്കുകയായിരുന്നു. ഞാനോ റിസൾട്ട് എന്തായി? അത് സെയിം മെറ്റീരിയൽ തന്നെയാണ്, താങ്കളുടെ കയ്യിരിക്കുന്ന ജേഡ് പോലെ തന്നെ. അപ്പോൾ ഇതെൻ്റെ അപ്പൂപ്പൻ്റെ തന്നെയാണ്. അദ്ദേഹം 20 വർഷത്തിന് മുമ്പ് കാണാതായതാണ്. സുജാങ്കിലെ ജിങ്ഹുവിലെ എല്ലാവരും തന്നെ അതിനെ അന്വേഷിക്കാനായിട്ട് പോയെങ്കിൽ കൂടിയും അതെല്ലാം ഫെയിലിയറിലാണ് അവസാനിച്ചത്. ഡീമലോഡ്, ഞാനിത് കരുതലിന് വേണ്ടി പറയുവാണ്, പക്ഷെ താങ്കൾ എല്ലാ പോസിബിലിറ്റിക്കും വേണ്ടി റെഡി ആയിട്ടിരിക്കണം. ആ പ്ലേഗ് ചിലപ്പോൾ ഒറിജിനൽ ആയിരിക്കും, പക്ഷേ അതിങ്ങനെ വന്ന സ്ഥിതിക്ക് ഇത് കംപ്ലീറ്റ്ലി ഡൗട്ട്ഫുൾ ആയുള്ളൊരു കാര്യം തന്നെയാണ്. എനിക്കറിയാം. അദ്ദേഹത്തിനെ കാണാതാകുന്നതിന് മുമ്പ് അവസാനമായിട്ട് വന്ന് സംസാരിച്ചത് എന്നോടാണ്. അദ്ദേഹം എവിടേക്കാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് ഒന്നും തന്നെ പറഞ്ഞുകൂടാ. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ദ സുപ്രീം ഹെവൻലി ഡീമൻ ശരിക്കും കെയർഫുൾ ആയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ കാണുന്നത് ഹ്യുബോങ് ആ ഡോറിന് തുറന്ന് അകത്തേക്ക് കയറുന്നതാണ്. ആ സമയത്ത് വാങ് ചുലും ഷാങ്ങും കൂടെ പറയുകയും ചെയ്യും, ഞങ്ങൾ ദി ഡീമൻ ലോഡിനെ ഇതാ ഗ്രീറ്റ് ചെയ്യുന്നു. അല്ല, ഇതാണോ ഡിമോണിക്കളിൻ്റെ ലീഡർ? പക്ഷേ അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു സിംഗിൾ ട്രേസ് ഓഫ് മാർഷൽ ആർട്സുകൾ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അവനെ കണ്ടു കഴിഞ്ഞാൽ വലിയ കുടുംബത്തിലെ ഒരു പയ്യനെ പോലെയാണ്. അല്ല, ഇവരെല്ലാവരും എന്നെ പറ്റിക്കാൻ നോക്കുവാണോ അതൊരു ടെസ്റ്റാണോ? ഒരു കാര്യം ഉറപ്പാണ്, ആ കാണുന്ന മാസ്ക് വെച്ചവൻ അവൻ ശരിക്കും ഇമ്മൻസ് ഉള്ള ഓറയുണ്ട്. അല്ല, അത് ഡാർക്കിങ് ആയിരിക്കുമല്ലേ? അപ്പോൾ പിന്നെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന യഥാർത്ഥ ഡിമോണിക്കളുടെ ലീഡർ തന്നെയാണോ? നീയാണോ ഇതിവിടേക്ക് കൊണ്ടുവന്നത്? അതെ, ഞാനാണ്. ഡീമലോനെ കാണണമെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ വാശി പിടിച്ച നീയാണ്. എന്നിട്ട് അതേ മുന്നിൽ വന്ന് നിൽക്കാൻ നേരത്ത് ഒന്ന് ബഹുമാനിക്കാതെ ഇവിടെ സ്പേസ് ഔട്ട് ആയിട്ട് നിൽക്കുവാണോ? അയ്യോ, എന്നോട് ക്ഷമിക്കണം. ദി ഗ്രേറ്റ് ഹെവൻലി ഡീമൺ ഡിവൈനുകളുടെ ലീഡറിനെ കണ്ടത് അതെൻ്റെ ഒരു ഹോണർ തന്നെയാണ്. ഞാനിവിടേക്ക് വന്നത് ദി നോർത്തേൺ സീ ഐസ് പാലസിന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ്. എൻ്റെ പേര് ഡാൻ പേക് ഹ്യുങ് എന്നാണ്. എന്ത്, ദി നോർത്തേൺ സീ ഐസ് പാലസോ? ജിങ്ഹെ സുജാങ്ങും അല്ലാതെ പുറത്ത് കുറച്ചധികം സ്ഥലങ്ങളുണ്ട്. അവിടെ മെയിനായിട്ട് 3 ഫോഴ്സസ് ആണുള്ളത്. ഒന്ന് ചാങ് ബൈ മൗണ്ടൻ, അത് ഈസ്റ്റേൺ റീസൺസിലുള്ളത്. അതിലുപരി അവരുടെ സെറ്റിൽ നിന്നാണ് ഈ സോർട്സ്മാൻഷിപ്പ് വന്നതെന്നൊക്കെയാണ് പറയുന്നത്. പിന്നുള്ളത് പൊട്ടോള പാലസ് ആണ്. ഈ പൊട്ടോള പാലസ് നമ്മുടെ ഷാവോളൻ ടെമ്പിളായിട്ട് കംപ്ലീറ്റ്ലി സിമിലർ ആണ്. ഷാവോളൻ ടെമ്പിൾ പോലെ തന്നെ അവർ ഇന്റേണൽ എനർജി ടെക്നിക്കാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നുള്ളത് ഗെലുഗാണ്, അത് ടിബേറ്റിലെയാണ്. ആൻഡ് ലാസ്റ്റ് ആണ് ഈ നോർത്തേൺ സീ ഐസ് പാലസ് ഉള്ളത്. ലേക്ക് ബെക്കിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. ഇത് കംപ്ലീറ്റ്ലി ഒരു സ്നോയി റീജിയൻ തന്നെയാണ്. ദി നോർത്തേൺ സീ ഐസ് പാലസ് സത്യം പറഞ്ഞാൽ അവർ ജിങ്ഹുവിലെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് 30 വർഷത്തിന് മുമ്പ് ഇവിടേക്ക് വന്നിരുന്നു. എന്നാൽ ആ ഒരു യുദ്ധം 1 മാസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അതിനുശേഷം അവർ തന്നെ പിന്മാറി പോവുകയായിരുന്നു. പിന്നെ പീസിന് വേണ്ടി അവർ വന്ന് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അവരിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ദി നോർത്തേൺ സീ ഐസ് പാലസിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണല്ലേ? പക്ഷെ അവനെ കണ്ടിട്ട് ഒരു ബെഗറിനെ പോലെയാണല്ലോ. അവൻ്റെ ശരീരത്തെ പാടുകളും അവൻ്റെ ഉടുപ്പും ഫുള്ള്. നീ അപ്പോൾ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഐഡന്റിറ്റി പ്രൂഫ്? അല്ല, അങ്ങനെയല്ല. ഞാൻ സത്യം പറഞ്ഞാൽ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ് അല്ല, എൻ്റെ അങ്കിളാണ് യഥാർത്ഥ റെപ്രസെൻറ്റേറ്റീവ്. എന്ത്, നിന്റെ അങ്കിളോ? അല്ല, ഞാനിതെങ്ങനെ പറഞ്ഞു തരണം? ഇവൻ കംപ്ലീറ്റ്ലി സസ്പീഷ്യസ് ആണ്. പക്ഷേ ഞാൻ ഐസ് പാലസിൽ നിന്നുള്ളതാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഇന്റർണൽ എനർജി നിങ്ങളൊന്ന് അൺഡു ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും ഇന്റർണൽ എനർജിയോ അതിനുശേഷം അവരത് റിമൂവ് ചെയ്യും. പിന്നെ കാണുന്നത് അവനായിട്ട് അത് യൂസ് ചെയ്യുന്നതാണ്. അവൻ്റെ കയ്യിലുള്ള ആ ഒരു ചായ ഉണ്ടല്ലോ, അത് ഫ്രോസായി മാറി. ഇത് ഫ്രീസ് ആയില്ലേ? ഞാൻ പ്രോപ്പറായിട്ട് ദി ഐസ് വൈറ്റ് ഡിവൈൻ പാം ടെക്നിക്ക് ഒന്നും നന്നായിട്ട് പഠിച്ചിട്ടില്ല. അതെന്തായാലും ഇവിടുന്നാണെന്ന് തെളിയിക്കാനായിട്ട് ഇത്രയും തന്നെ മതി. ഇനി എന്തായാലും ഇവർക്ക് എന്നെ ഡൗട്ട് തോന്നത്തില്ലല്ലോ. പക്ഷേ അപ്പോഴാണ് അവനൊന്ന് ഞെട്ടിയത്. കാര്യം അവരാരും തന്നെ ഇത് കണ്ട് വിശ്വസിച്ചില്ല. കണ്ടിട്ട് ഇവർക്ക് ഇപ്പോഴും എന്നെ സംശയമാണെന്ന് തോന്നുന്നു. ഞാനവരെ ഐസായിട്ടല്ലേ കാണിച്ചു കൊടുത്തത്. ആ സമയത്ത് ഈവനട്ടെ അവൻ്റെ കൈ നേരെ അവിടെ കൊണ്ടുവച്ചു. അടുത്ത സെക്കൻഡ് ആ ഒരു ടേബിൾ തന്നെ ഫ്രോസ് ആയിട്ട് തുടങ്ങി. അല്ല, അത് നിസ്സാരമായി തന്നെ ഫ്രോസ് ആയല്ലോ. എന്നിട്ട് അവനൊന്ന് കൊട്ടുകയും ആ ടേബിള് പൊളിഞ്ഞ് പോകാനും തുടങ്ങി. ഇവനെങ്ങനെയാണ് ഇത്രയധികം എക്സ്ട്രീമുള്ള ഇൻ എനർജി ഉള്ളത്? അതുമാത്രമല്ല, അവനത് ആംപ്ലിഫൈ ചെയ്ത് അത് ദി ഐസ് വൈറ്റ് ഡിവൈൻ ആർട്ട് പോലെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാനും ദി നോർത്തേൺ സീ ഐസ് പാലസിലെ ഒരാളായിരിക്കുമല്ലേ? അല്ല, അങ്ങനെ അല്ല. പക്ഷെ താങ്കൾക്ക് എങ്ങനെയാണ് ഇത്ര എനർജി? അതല്ലല്ലോ ഇവിടെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മറ്റൊരു കാര്യം ചർച്ച ചെയ്യാനല്ലേ ഇവിടേക്ക് വന്നത്.
ഡീമൺ ലോഡ് ഒരു കാര്യം ചെയ്യും, ഇവന് എന്റെ കയ്യിലേക്ക് ഇതാ, ഞാൻ കാണിച്ചു തരാം ഇവൻ എങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നതെന്ന്. അല്ല അത് അത് നിങ്ങൾ ചെയ്തു, പക്ഷേ അല്ല ഞാൻ വേറൊരു കാര്യം ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഐസ് വൈറ്റ് ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റ് കാണിച്ചു തരാം. അത് ചെയ്യാൻ നേരത്ത് എൻ്റെ ഹെയർ കംപ്ലീറ്റ്ലി വൈറ്റ് ആയിരിക്കുന്നതായിരിക്കും, എൻ്റെ ഇന്റർണൽ എനർജി അത് എഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിന്റെ മുടി ഇപ്പോഴും കറുപ്പാണല്ലോ. അത് ഞാൻ കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എൻ്റെ മുടി ഇപ്പോൾ. അതുമല്ല, ഞാൻ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ. ഹെഡ് ഗാർഡിയൻ ഇവൻ പറയുന്നത് എനിക്കത്ര ഉറപ്പൊന്നുമില്ല. ഡാർക്ക്നെസ് എല്ലാ ലീഡറിന് ചിലപ്പോൾ ഇത് അറിയാൻ പറ്റുമായിരിക്കും, പക്ഷേ അതേ ഇപ്പോൾ ദി 10,000 ഗ്രേറ്റ് മൗണ്ടൻസിലാണ്. ആ അല്ല, വാങ് ജിയോൻ ഇവിടെയുണ്ട്. അദ്ദേഹം 30 വർഷത്തിന് മുമ്പ് ഓർത്തഡോക്സ് മൂവ്മെന്റ് കൂടുതലുണ്ടായിരുന്നു. ഓ അങ്ങനെയാണോ? ഹിയബോ അദ്ദേഹത്തിന് വിളിച്ചിട്ട് വാ. യെസ് ഡിമൻ ലോഡ്. എന്ത്, വാങ് ജിയോനോ? അല്ല, വാങ് ജിയോൻ എന്ന് പറയുന്നത് ദി അൺറൈവൽ സോഡിനെയാണോ? ഞാൻ കേട്ടിരുന്നു അദ്ദേഹം ഡിമോണിക്കാളിന്റെ കൂടെ ചേർന്നെന്ന്. പക്ഷേ അപ്പോൾ സൂചകങ്ങൾ തന്നെ 2 ടോപ്പ് 5 മാർഷൽ ആർട്ടിസ്റ്റ് ഇവിടെ തന്നെയുണ്ട്, ദി ഡിമോണിക് കൾട്ടിൽ തന്നെ ഉണ്ട്. നീ സർപ്രൈസ് ആയതുപോലെ നീ നിന്റെ ഐഡന്റിറ്റി അധികം പ്രൂവ് ചെയ്യാനായിട്ട് നോക്ക്. ആ എനിക്ക് മനസ്സിലായി. പിന്നെ കാണുന്നത് അവനാട്ടെ അത് പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നതാണ്. അവൻ്റെ എനർജിയൊക്കെ അവൻ ഗ്യാദർ ചെയ്യും, എന്നിട്ട് അവൻ പറയും ചെയ്യും ഇതേയുള്ളൊരു വഴി, ഈ ഒരു കാര്യം ചെയ്താൽ മാത്രമേ എനിക്കത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. കാര്യം അവൻ്റെ മുടിയിലെ പല ഭാഗങ്ങളും വെളുക്കാനായിട്ട് തുടങ്ങി. ഓ, അപ്പോൾ അവൻ്റെ സ്കിന്നും ചേഞ്ച് ആവുന്നുണ്ടല്ലേ. അവൻ്റെ മുടിയുടെ വേരുകളിൽ നിന്നാണ് കളർ മാറി വരുന്നത്. ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അവൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഇന്റേണൽ സർക്കുലേഷൻ ടെക്നിക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ അതിനൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഓവർ തന്നെയുണ്ട്. ആ സമയത്ത് അവനത് ചെയ്ത് കഴിഞ്ഞു. താങ്കളത് കണ്ടു. എന്തായാലും അറ്റ്മോസ്ഫിയർ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും അദ്ദേഹം അതുമല്ല അൺറൈവൽസോട് എന്തായാലും ഇത് കൺഫേം ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ഡിമോണിക്കൾ തന്നെ സഹായിക്കുമായിരിക്കുമല്ലേ ഈ ഒരു പ്ലേ കൊണ്ടുവന്നുകൊണ്ട്. ഡീമണിലോട്ട് ഞങ്ങൾ അകത്തേക്ക് വരാണ്. അദ്ദേഹത്തിനെ ഞാൻ കൊണ്ടുവന്ന് എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കേൾക്കുന്നൊരു പേരായിരുന്നു വാങ് ജിയോൺ. അദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് കാണാൻ പോകുക. പക്ഷേ പെട്ടെന്നാണ് അവൻ സ്തംഭിച്ച് പോയത്. ഡീമലോട്ട് താങ്കൾ എന്നെ വിളിച്ചോ? അല്ല, ഇതെന്താണ്? അവൾക്ക് എങ്ങനെയാണ് ഇത്രയും പവർഫുൾ ഉള്ള ഇൻ എനർജി ഉള്ളത്? അത് മാത്രമല്ല അവളുടെ മുടി കംപ്ലീറ്റ്ലി വൈറ്റ് ആണല്ലോ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെക്കാട്ടി ഇൻ എനർജി കൂടിയ 2 പേരെ ഞാൻ ഇവിടെ വെച്ച് കണ്ടിരിക്കുന്നു. ഞാൻ എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? അല്ല, ഇവിടെ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ആ പെണ്ണ് അവൾക്ക് എങ്ങനെയാണ്? അതിനാരിവിടെ തന്നെ കുറ്റം പറഞ്ഞില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് ദി ഓർത്തഡോക്സ് മുറും അലൻസിന്റെ ബേസ് ആണ്. അവനായിട്ട് അതിന്റെ പുറത്തിരിക്കുമായിരുന്നു. അതായത് നമ്മുടെ ഡാൻ ബേക്കിന്റെ അങ്കിൾ ഡൈജുൻ സിയോ. കാര്യങ്ങളപ്പോൾ അത്ര നല്ലതായിട്ടല്ല പോകുന്നത്. കേട്ടത് വെച്ച് ടോങ് കൺട്രിയിലെ ആ ഒരു ഇൻസിഡന്റ് കാരണം ഇവിടെ കുറേയധികം അലൈസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവരെ സഹായിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഞാനിപ്പോൾ മെസ്സേജ് പറഞ്ഞിട്ട് 2 മണിക്കൂറായി, എന്നിട്ട് പോലും ആ ഒരു റെസ്പോൺസ്. പിന്നെ കാണിക്കുന്നത് ദി കോൺഫറൻസ് റൂമാണ്. ഇത് സമ്മതിക്കത്തില്ല, നമ്മൾ നോർത്തേൺ സീയിലേക്ക് പോകാൻ പാടില്ല. നമുക്കറിയാലോ നമുക്കൊരു ട്രീറ്റി ഉണ്ട് അവരോട്ട് പീസ്ഫുൾ ആയ. പക്ഷേ എങ്കിലും ഇത് ഡേഞ്ചറസ് ആണ്. ഞാനും അതിൽ അഗ്രി ചെയ്യുന്നു. നമ്മളിപ്പോൾ അവിടേക്ക് പോകുന്നത് അത് കംപ്ലീറ്റ്ലി ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ല, അതിലുപരി ഈ സാധനം, ഈ ഒരു മോൺസ്റ്റർ എന്തിനാണ് അവിടെ കൊണ്ട് അവർ സീൽ ചെയ്ത് വെച്ചത്? മുറിമേൽസിന്റെ ലീഡറിനെ ഒന്നും തന്നെ പറയാനില്ലായിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, താങ്കൾ ഒരിക്കലും ഈ ഒരു സിറ്റുവേഷന്റെ ഗ്രാവിറ്റി ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഈ ഡ്രാഗൺ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് മനുഷ്യരാശിയിലെ ഏറ്റവും വേഴ്സ്റ്റ് കലാമിറ്റി ആയിട്ടാണ് പറയുന്നത്. അത് വർഷങ്ങൾക്ക് മുമ്പ് നിന്നൊരു സാധനം തന്നെയാണ്. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ദി ഗ്രേറ്റ് പെങ്, ദ ഇമൂഗി, ദി വിൻഡ് വൈറ്റ് ടൈഗർ, ദി ഫയർ കിറിൻ ആൻഡ് ദി ഡ്രാഗൺസ് ടർട്ടിൽ. ഇതായിരുന്നു പണ്ട് ജീവിച്ചിരുന്ന ദി സീക്രട്ട് ആയിട്ടുള്ള 5 മിത്തിക്കൽ ക്രീച്ചേഴ്സ്. അതിൽ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു മിത്തിക്കൽ ക്രീച്ചർ ആയിട്ടുള്ള ദി ഡ്രാഗൺസ് ടർട്ടിലാണ്. കാര്യം അതിന് ഒരു ടർട്ടിലിന്റെ ഷെല്ലും 3 ഡ്രാഗന്റെ തലയും ഉണ്ടായിരുന്നു. ഈ മെർച്ചൻസ് അവരെ വർഷിപ്പ് ചെയ്യുമായിരുന്നു. കാര്യം ഇത് അവർക്ക് സ്വർണവും ഭാഗ്യമൊക്കെ കൊണ്ടുവരുമെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ ഡ്രാഗൺ സ്റ്റാർട്ടിൽ അവർ വിചാരിച്ച പോലെയല്ലായിരുന്നു. താങ്കൾ ഉറപ്പായിട്ടും ദി ഫോളോയിങ് യാങ് ഡൈനാസ്റ്റിയിൽ മൊയോങ് ക്ലാന് സംഭവിച്ചെന്താന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ ഡ്രാഗൺ സ്റ്റാർട്ടിൽ അന്ന് അപ്പിയർ ചെയ്തപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന യാങ് ഡൈനാസ്റ്റിലെ 5ഓളം ഫോഴ്സിനെയാണ് അത് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്തത്. 10,000-ഓളം സിവിലിയൻസ് ആണ് അന്ന് മരിച്ചത്. എന്നിട്ട് ബേർലിയാണ് ആ ഒരു ജീവിനെ അവർ കൊന്നെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, കൗണ്ട്ലെസ് ആയുള്ള ജിങ്ഹോല മാർഷൽ ആർട്ടിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് അന്നത് സാധ്യമായത്. ആ ഒരു ക്രീച്ചറിനെ ഒരു കാലാമിറ്റി എന്ന് വിളിക്കുന്നത് വെറുതെ ഒന്നുമില്ല, അതിനൊരു പർട്ടിക്കുലർ റീസൺ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അമിതബ, നമ്മളിപ്പോൾ അത് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഈ നോർത്തേൺ സീ പാലസ് ചിലപ്പോൾ ഉണ്ടാകത്തു പോലുമില്ല. നമുക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? പക്ഷേ എങ്കിലും ഞാനും മൊയോങ് പെട്രേഷൻ്റെയൊക്കെ എഗ്രി ചെയ്യുന്നു. നമ്മൾ മുറി മലൻസാണ്, ജസ്റ്റിസിനെയാണ് നമ്മൾ കാഴ്ചവെക്കേണ്ടത്. ഈ നോർത്തേൺ പാലസുമായിട്ട് നമുക്കൊരു ട്രീറ്റി ഉള്ളതാണ്. അപ്പോൾ നമ്മളല്ലേ സഹായിക്കേണ്ടത്? അത് ഓക്കെ, ജസ്റ്റിസ്, ട്രീറ്റി അതെല്ലാം ശരിയാണ്.
പക്ഷേ ആ സുപ്രീം സേബറും ഡിമോണിക് അൾട്ടക്ക ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ തന്നെ. ഈ ഒരു സമയത്ത് ഈ ഒരു സ്ഥലത്തിനെ ആര് പ്രൊട്ടക്ട് ചെയ്യും? നമുക്ക് ഇനി നഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, പക്ഷേ നഷ്ടങ്ങൾ ഉണ്ടാകാതെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്താൽ പോരെ? അത് എങ്ങനെയാണെന്നാണ് നീ പറയുന്നത്? സത്യം പറഞ്ഞാൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. ആ ഡ്രാഗൺ സ്ട്രൈറ്ററിൽ ഇവിടെയൊന്നും വന്നില്ലല്ലോ. അങ്ങനെയാണ് ചിന്തിക്കാനായിട്ട്. അമിതാഭ ആ പറഞ്ഞത് ശരിക്കും കൂടിപ്പോയി. താങ്കളൊന്ന് സൂക്ഷിച്ച് സംസാരിക്കേണ്ടതാണ്. അവർ രണ്ടുപേരും ഫ്യൂച്ചറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പക്ഷേ എന്നെ നന്നായിട്ട് അലട്ടുന്നത് ഇതിനെ ഫ്രീ ആക്കാനുള്ള കാര്യം എക്സ്പ്ലോസീവ് ആണെന്നാണ്. അതും സൊജാങ്ങിൽ വെച്ച് കിട്ടിയത്. പക്ഷേ അതിങ്ങനെ ഈ സമയത്താണ് അവനിത് ശ്രദ്ധിക്കുന്നത്. അല്ല, നീ എന്തെങ്കിലും സ്ട്രേഞ്ച് ആയിട്ട് കണ്ടെത്തിയോ? ആ കാണുന്നതാണ് അലൻസ്റ്റണിന്റെ രണ്ടാമത്തെ മകൻ കാങ് സോ ആ. സത്യം പറഞ്ഞ സമയം കഴിയും തോറും ഇവൻ ശരിക്കും ഡേഞ്ചറസ് ആയി വന്നുകൊണ്ടിരിക്കുവാണ്. ഇവനിവന്റെ ചെയ്യേണ്ട അത്ര തന്നെ ടാലന്റ് ഉണ്ട്. പക്ഷേ ഞാൻ വലുതായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അൺഓർത്തഡോക്സ് അലൻസിനെ ഡിമോണിക്കലിനെ തൂട്ടച്ച് മാറ്റുന്നതായിരിക്കും. ആ 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ബ്ലഡ് ലെസ്റ്റ് ഇന്നും അവന്റെ മുഖത്തുണ്ട്. അതെനിക്ക് കാണാനും പറ്റുന്നുണ്ട്. അതുകൊണ്ടായിരുന്നു സക്സസറിന്റെ പൊസിഷനിൽ നിന്ന് ഇവനൊന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചത്. പക്ഷേ അവനൊരു മോൺസ്റ്ററാണ്. അതൊരു മനുഷ്യനല്ല. യൂൺബൂസ വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞു. അവൻ ഫിസിക്കലി ഓക്കെ വരുന്നുണ്ടെങ്കിലും അവന്റെ സമനില കംപ്ലീറ്റ്ലി തകർന്നൊരവസ്ഥയിലാണ്. ഈ ഒരു സമയത്ത് ഇവനല്ലാതെ അലൻസൈഡ് മാസ്റ്റേഴ്സ്, ഞാൻ ഒരു സഹായം ചോദിച്ചോട്ടെ? അമിതാഭ, അതെന്താണ്? ദി നോർത്തേൺ സീ പാലസിലെ ആ ഒരു മെസ്സഞ്ചറിനെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അദ്ദേഹത്തിന് ഇവിടേക്ക് അല്ല, നമ്മൾ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ലല്ലോ. അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു മാറ്ററാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിനനുസരിച്ച് നമുക്ക് അവരെ സഹായിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ പറ്റും. അതിനുശേഷം അവൻ നേരെ അകത്തേക്ക് കയറി. അപ്പോൾ ഒരു ഡിസിഷൻ മേക്ക് ചെയ്തോ? താങ്കളോട് ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ ഒരു ലെറ്റർ ഞങ്ങൾ വായിച്ചിരുന്നു. ഈ ഡ്രാഗൺ സ്റ്റാർട്ടിൽ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞിട്ട് കൂടിയും നിങ്ങൾ അവിടുത്തെ ആ ഒരു ഡിവൈൻ റെയിലേക്ക് എടുക്കാനായിട്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് ചെല്ലുകയാണ്. പക്ഷേ ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയത് എക്സ്പ്ലോസീവ്സ് കാരണം ഈ ഒരു ഐസ് ബ്രോക്ക് ആയെന്നല്ലേ? ഞാൻ ഇവരോട് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ഇതൊരു അർജന്റ് അല്ല മാറ്ററാണ്. എന്നിട്ടും അവർ ചോദ്യങ്ങൾ ചോദിക്കുവാണല്ലോ. അത് പിന്നെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ഡ്രാഗൺ ടർട്ടിനെ ഞങ്ങളവിടെ സീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ആയ സ്ഥിതിക്ക് അത് മരിച്ചെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അതെന്തെങ്കിലും ആകട്ടെ. പക്ഷേ ഈ സിറ്റുവേഷൻ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവർ എന്നോട് ഇന്റർഗേറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ കത്തിൽ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് സൊജാങ്ങിലെ ഒരു ടീം നിങ്ങൾക്ക് എക്സ്പ്ലോസീവ് കൈമാറിയെന്നാണ്. അതെ, പക്ഷേ അതിനെ പറ്റിയാണ് എനിക്ക് ചോദിക്കേണ്ടത്. എക്സ്പ്ലോസീവ് ആരുടെ കയ്യിൽ നിന്ന്? അല്ല, അതെന്തിനാണ് നിങ്ങൾ ചോദിച്ചത്? ഈ എക്സ്പ്ലോസീവ് എന്ന് പറയുന്നത് ശരിക്കും പവർഫുൾ ആണ്. അത് മാത്രമല്ല, ദി ഡ്രാഗൺ സ്റ്റാർട്ടിന്റെ സീല് വരെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതൊട്ടും നിസ്സാരമായൊരു കാര്യമല്ല. ഇത്രയും സ്ട്രോങ് ആയുള്ള എക്സ്പ്ലോസീവ് ഇവിടെ കംപ്ലീറ്റ്ലി ബാൻഡാണ്. അത് ഗവൺമെന്റിന് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ മുറുമൈലൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അടുത്ത കൈയായിട്ട് കൂടി ഞങ്ങൾക്ക് കിട്ടാൻ വരെ അത് പാടാണ്. പക്ഷേ എന്നിട്ടും ഈ സമയത്താണ് ബാക്കിയുള്ള മാസ്റ്റേഴ്സും ഇത് ചിന്തിച്ചത്. അതെ, ദി സുപ്രീം 6 മാർഷൽ ആർട്ട് സെക്ട് അവര് ആ ട്രീറ്റ് നടക്കുന്ന സ്ഥലത്ത് ഇത് പ്ലാൻ ചെയ്തിരുന്നു. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ഇനി എന്തായാലും പറയാതിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ഞാൻ കാര്യം പറയാം. ഈ എക്സ്പ്ലോസീവ് ഈ സൊജാങ്ങിലെ ഒരു ഓർഗനൈസേഷനാണ് ഞങ്ങൾക്ക് തന്നത്. പക്ഷേ ഓർഗനൈസേഷനോ ഏത്? അതെനിക്ക് അറിഞ്ഞൂടാ. നിനക്കറിഞ്ഞുണ്ടോ? അതെന്താണ് ഈ പറയുന്നത്? ഞാൻ കേട്ടത് ഐസ് പാലസിലെ എൽഡേഴ്സുമായിട്ട് സുജാങ്ങിലെ ജിങ്ഹോയിലെ കുറച്ചധികം ആൾക്കാർക്ക് പരിചയമുണ്ടെന്നാണ്. എന്റെ ആ ബന്ധം വെച്ചുകൊണ്ടാണ് ഈ ഒരു എക്സ്പ്ലോസീവ് ഒക്കെ ഞങ്ങൾ അവിടേക്ക് എത്തിച്ചത്. അത് മാത്രമല്ല, ഇത് പുറത്ത് പറയാൻ പാടില്ലെന്നും ആ ഐഡന്റിറ്റീസ് ലീക്ക് ആതിരിക്കാൻ വേണ്ടി ഞങ്ങളോട് പോലും ഇത് പറഞ്ഞില്ല. സുജാങ്ങിൽ നിന്നാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയാവുള്ളൂ. അപ്പോൾ നീ പറയുന്നത് നിന്റെ എൽഡർ തന്നെ ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് മറച്ചു വെച്ചെന്നാണ്? അതെനിക്ക് വിശ്വസിക്കാൻ പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ ഇനി എന്തായാലും എൽഡർ നമ്മുടെ കൂടെ ഇല്ല. എന്ത്? ദി പാലസ് മാസ്റ്ററും എൽഡറും ആ ഒരു ഡ്രാഗൺ സ്റ്റാർട്ടിലിന്റെ ആ ഒരു ഇൻസിഡന്റിൽ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി. എന്ത്? കൊല്ലപ്പെടുകയുണ്ടായിരുന്നു? അപ്പോൾ അതുകൊണ്ടായിരുന്നു ഇവിടെ ദി മാസ്റ്ററിന്റെ ആ ഒരു സീലില്ലാഞ്ഞത്. ആ ഒരു ആക്സിഡന്റ് ചോദിച്ചതിൽ ഞങ്ങളോട് ക്ഷമിക്കണം. പക്ഷേ നിങ്ങൾ വിചാരിച്ച പോലെ അതൊരു ആക്സിഡന്റ് അല്ലായിരുന്നു. എന്ത്? ആ സമയത്ത് അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുത്ത് പുറത്തേക്ക് വെച്ചു. അതൊരു തുണിയായിരുന്നു. അല്ല, ഈ കാണുന്നത് അത് തുറന്നു നോക്കിയപ്പോൾ അത് കുറെ മാർക്കിങ്സ് ആയിരുന്നു. അത് കണ്ടപ്പോഴാണ് അലയൻസ് ലീഡർ ഞെട്ടി എണീച്ചത്. അല്ല, ആ ഒരു ബ്ലേഡ് മാർക്ക് ഞാൻ ആ വൂൺസ് കോപ്പി ചെയ്തതാണ്. സത്യം പറഞ്ഞ ആ ഒരു ഇൻസിഡന്റിൽ നിന്ന് ഒരേ ഒരാൾ മാത്രമാണ് സർവൈവ് ചെയ്തത്. ആ കാണുന്നത് ദ സുപ്രീം സേവർ ഓഫ് ദി 6 മാർഷൽ ആർട്ട് സെക്ടിന്റെ ടെക്നിക്സ് ആണ്. പിന്നെയാണ് അവനെ കാണിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ അവനായിരുന്നു സർവൈവ് ചെയ്ത ഒരേ ഒരാൾ. ഇയോൺ ചിയോനും നമ്മുടെ സാർ മായും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താങ്കൾക്ക് ഇത് മനസ്സിലായോ? ദ സുപ്രീം സേബർ ഓഫ് ദി 6 മാർഷൽ ആർട്ട് സെക്ട് അവരുടെ ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റ് ആണിത്. ദ സുപ്രീം സേബറോ? അതാ വളർന്നു വന്ന ആ ഒരു കാര്യമല്ലേ? ഓ, അപ്പൊ അവരുടെ ടെക്നിക്കാണ് എന്നെ കൊല്ലുന്നതിന്റെ വക്കത്തെത്തിച്ചതല്ലേ? അപ്പോ അവര് ദി നോർത്തേൺ സീയിലേക്കും എത്തിയിരിക്കുന്നു. നീ പറഞ്ഞത് തേർഡ് എൽഡർ അവരെ ഇൻവൈറ്റ് ചെയ്തു എന്നല്ലേ? അതെ, അങ്ങനെയാണ് ഈ ഒരു എക്സ്പ്ലോസീവ് ഒക്കെ അവിടേക്ക് എത്തിച്ചത്.
സത്യം പറഞ്ഞാൽ ഒരു ഡിവൈനുള്ള റിലയ്ക്ക് ഉണ്ടായിരുന്നു. ഈ നോർത്തേൺ സീ പാലസിൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ജനറേഷനായിട്ട് ഇതിങ്ങനെ പാസ് ഡൗൺ ചെയ്ത് വരുമായിരുന്നു പാലസ് മാസ്റ്റേഴ്സിന്റെ കയ്യിലേക്ക്. പക്ഷേ ആ ഒരു ഡ്രാഗൺ സ്റ്റട്ടലിന്റെ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് കൊണ്ട് തന്നെ അന്നത്തെ പാലസ് മാസ്റ്റേഴ്സും പിന്നെ അവിടെ ഉണ്ടായിരുന്ന വാരിയേഴ്സും ബാക്കി എല്ലാവരും തന്നെ അവരുടെ ജീവനും അവർ റിലയ്ക്കും സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് അതിനെ അന്ന് പിടിച്ചിട്ടത്. വർഷങ്ങളായതുകൊണ്ട് തന്നെ, അല്ല സെഞ്ചുറീസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു മിത്തിക്കൽ ക്രീച്ചർ മരിച്ചു എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അതുകൊണ്ട് പാലസ് മാസ്റ്ററും തേർഡും ഫോർത്ത് എൽഡേഴ്സും പിന്നെ കുറച്ച് എലിയിലുള്ള വാരിയേഴ്സും എക്സ്പ്ലോസീവ്സ് യൂസ് ചെയ്ത് അവിടെ ഒരു കേവ് ഉണ്ടാക്കി. അങ്ങനെ അവർ അകത്തേക്ക് ചെല്ലുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ഈ സുപ്രീം സേവറിന്റെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കാര്യം തേർഡ് എൽഡർ അദ്ദേഹത്തിനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആരും ഒന്നും ചിന്തിക്കാൻ നിന്നില്ല. അങ്ങനെ ദി ഫ്രോസണായി കിടക്കുന്ന ഡ്രാഗൺ സ്റ്റട്ടലിനെ ഞങ്ങൾ ഡിസ്കവർ ചെയ്തു ആ ഒരു കേവിൻ്റെ അകത്ത്. പക്ഷേ അപ്പോഴാണ് അത് സംഭവിച്ചത്. ഒട്ടും വിചാരിക്കാതെ ദ സുപ്രീം സേബർ അവരുടെ തനിക്കുണം പുറത്തേക്കെടുത്തു. അവർ ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. ഒട്ടും തന്നെ വിചാരിച്ചില്ലായിരുന്നു ആ ഒരു അറ്റാക്ക്. പക്ഷേ ഐസ് പാലസും ഐസും ഞങ്ങളുടേതായ ഒരു അഡ്വാൻറ്റേജ് ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങൾ പിടിച്ചു നിന്നു. ആ ഒരു ആംബുഷ് ഞങ്ങൾ തടഞ്ഞു. എന്നാൽ പെട്ടെന്നായിരുന്നു അത് ഞങ്ങൾ ആരും വിചാരിക്കാത്ത ഒരു സംഭവം. ദി തേർഡ് എൽഡർ, ഞങ്ങൾ ഇത്ര നാള് ഞങ്ങളുടെ അലയാണെന്ന് വിചാരിച്ചിരുന്ന അദ്ദേഹം പാലസ് മാസ്റ്ററിനെ പിന്നിൽ നിന്ന് കുത്തിക്കൊന്നു. അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.